ഓൺലൈൻ ചികിത്സയ്ക്കിടെ വനിതാ ഡോക്ടർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തിയ പ്രതിയെ പോലീസ് പിടികൂടുന്നില്ല എന്ന് ഡോക്ടർ. സംഭവം നടന്ന ഒരു മാസം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ല എന്ന് ഡോക്ടർ മീഡിയ വണിനോട് പറഞ്ഞു. പരാതി കൊടുത്തതിന് ശേഷം പ്രതിയുടെ മാതാപിതാക്കൾ തന്നെ വന്ന് കണ്ട് പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടെന്നും ഇവർ പറയുന്നു. സഞ്ജീവനിയുടെ ഭാഗമായുള്ള ഓൺലൈൻ ചികിത്സയ്ക്കിടെ വനിതാ ഡോക്ടറോട് ഈ ഓൺലൈനിൽ ചികിത്സ തേടിയ പ്രതി മോശമായി പെരുമാറിയിട്ട് മാസം 1 തികയുകയാണ്. ഈ ഒരു മാസത്തിനിടയ്ക്ക് ഡോക്ടർ പരാതി കൊടുത്തിട്ടും ഈ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഓൺലൈൻ ചികിത്സയ്ക്കിടെ വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് വനിതാ ഡോക്ടർക്ക് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന വനിതാ ഡോക്ടർക്കാണ് ഇത്തരത്തിൽ ഓൺലൈനിൽ വളരെ മോശം അനുഭവം ഉണ്ടായത്. ഇപ്പോൾ ഇതിൽ പോലീസ് കൃത്യമായിട്ടുള്ള നടപടി സ്വീകരിക്കാത്തതിൽ ഡോക്ടർക്ക് വലിയ പരാതിയുണ്ട്. ഡോക്ടർ ഇപ്പോൾ മീഡിയയോടൊപ്പം ചേരുകയാണ്. ഡോക്ടറെ, എന്താണ് ശരിക്കും സംഭവിച്ചത്? 25-ാം തീയതി ജാനുവരിയിൽ രാത്രിയിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. സോ രാത്രി ഒരു 11:55 ആയപ്പോൾ എനിക്കൊരു കോൾ വന്നു. വയറുവേദനയെന്ന് പറഞ്ഞാണ് കോൾ വരുന്നത്. സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ആ പുള്ളിയെ കാണാം. ആദ്യത്തെ കോൾ ആക്ച്വലി ഓഡിയോ വീഡിയോ ഇല്ലാത്തതുകൊണ്ട് കട്ടായി. രണ്ടാമത് വീണ്ടും അതേ ആൾ തന്നെ വിളിക്കുന്നത്. രാഹുൽ കുമാർ എന്നായിരുന്നു പേര്. ഭോപ്പാൽ മധ്യപ്രദേശ് എന്നാണ് അഡ്രസ്സ് വെച്ചിട്ടുണ്ടായിരുന്നത്. സോ രണ്ടാമത്തെ വിളിച്ച ടൈമിന് എനിക്ക് നന്നായിട്ട് ആളെ കാണുന്നുണ്ടായിരുന്നു. ഐ ക്യാൻ സീ യു, പ്ലീസ് ടെൽ മീ യുവർ കംപ്ലൈൻറ്റ് എന്ന് ഞാൻ പറയുമ്പോഴും തിരിച്ചൊന്നും മറുപടി പറയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് വരുന്ന ഒരു ചാറ്റ് ബോക്സിൽ ചാറ്റ് മെസ്സേജ് ആയിട്ടാണ് ആ പുള്ളി അയക്കുന്നുണ്ടായിരുന്നത്, ഐ കാൺട്ട് സീ യു എന്ന്. യൂഷ്വലി രാത്രി നൈറ്റ് ഡ്യൂട്ടി ആകുമ്പോൾ നമ്മൾ വീഡിയോ കോൾ നമ്മുടെ ക്യാമറ ഓൺ ചെയ്ത് വെക്കാറില്ല. സോ ഞാൻ തിരിച്ച് മെസ്സേജ് ഇട്ടു, പ്ലീസ് ടെൽ മീ യുവർ കംപ്ലൈൻറ്റ് എന്ന് മെസ്സേജ് ഇട്ടപ്പോൾ തിരിച്ച് പിന്നെയും റിപ്ലൈ വന്നത് ഐ കാൺട്ട് സീ യു എന്ന്. അതിനുശേഷം ഉടനെ തന്നെ ക്യാമറ താഴ്ത്തി മാസ്റ്റർബേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. ഈ ഒരു മാസമായിട്ടും ഈ അന്വേഷണ പുരോഗതിയിൽ കാര്യമായിട്ടുള്ള ഒരു മുമ്പോട്ട് പോകേണ്ടായിട്ടില്ല, അതാണ് ഇപ്പോൾ മാം ഉന്നയിക്കുന്നത് അല്ലേ? FIR എടുത്തത് തന്നെ ഫെബ്രുവരി 11-ാം തീയതിയാണ്. അതിനുശേഷമാണ് അവർ പറയുന്നത് നടന്ന സംഭവം നടന്നത് എൻ്റെ വീട്ടിൽ വെച്ചായതുകൊണ്ട് തമ്പാനൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലോട്ട് മാറ്റി. വനിതാ പോലീസ് റീസ്റ്റേറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് വീട്ടിൽ വന്നായിരുന്നു. പക്ഷേ വനിതാ പോലീസ് വീടെത്തുന്നതിന് മുന്നേ തന്നെ പ്രതിയുടെ പേരൻസ് എത്തിയായിരുന്നു വീട്ടിൽ. കേസ് വിഡ്രോ ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു വന്നത്. അവർക്ക് എങ്ങനെയാണ് നിങ്ങളെ സമീപിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റു ഡീറ്റെയിൽസ് അങ്ങനെ കിട്ടിയെന്നുള്ള വിവരമുണ്ടോ? എന്തുകൊണ്ടായിരിക്കും അവർ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാവുക? എനിക്ക് എങ്ങനെയാണ് എൻ്റെ അഡ്രസ്സ് കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെ വീട്ടിൽ വന്ന് കണ്ടു, എൻ്റെ അടുത്ത് കേസ് വിഡ്രോ ചെയ്യണം എന്ന് ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു വിഡ്രോ ചെയ്യാൻ പറ്റത്തില്ല, ഓൾറെഡി FIR ഇട്ട് കഴിഞ്ഞു. അപ്പോൾ സംസാരത്തിൻ്റെ ഇടയിലാണ് ഈ പ്രതിയുടെ ഫാദർ എൻ്റെ അടുത്ത് പറയുന്നത് 2022 ഇതേപോലെ തന്നെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായി, അത് കേസായിട്ട് ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സോൾവ് ആയിട്ടില്ല എന്ന് പറഞ്ഞു. ഇത്ര വൈകിയാലും പ്രതിയെ പിടികൂടിയേ പറ്റുള്ളൂ, ഒരു കേസ് പിൻവലിക്കില്ല, ആ സ്റ്റാൻഡിലാണ്. അതെ, കാരണം ഞാനിപ്പോൾ ആരെങ്കിലും ഒരാൾ റിയാക്ട് ചെയ്തല്ലേ പറ്റൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ പിന്നെയും തുടർന്നുകൊണ്ടിരിക്കും. ഇതൊരു ഗവൺമെൻറ്റിൻ്റെ ഒരു സൈറ്റാണ്. സോ ഇതിൽ വന്ന് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ വേറെയും പല ലേഡി ഡോക്ടേഴ്സ് ഉള്ളതാണ്. സോ എല്ലാവർക്കും ഇത് തന്നെ ആയിരിക്കും അനുഭവം. ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കുമെതിരെ നടക്കുന്ന അതിക്രമ സംഭവങ്ങളിൽ കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും പോലീസുമൊക്കെ ആവർത്തിച്ച് പറയുന്നത്. എന്നാൽ ഓൺലൈൻ ചികിത്സയ്ക്കിടെ വളരെ മോശം അനുഭവം നേരിട്ട ഡോക്ടർ പരാതി കൊടുത്തിട്ട് ഒരു മാസം പിന്നിടുന്നു. ആ പ്രതിയെ പിടികൂടാനോ അതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകാനോ ഇതുവരെ കേസ് അന്വേഷിക്കുന്ന പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വലിയ വീഴ്ച തന്നെയാണ്. എന്തായാലും ഈ പ്രതിയെ പിടികൂടുന്നതുവരെ നിയമ പോരാട്ടം തുടരാൻ തന്നെയാണ് ഡോക്ടറിൻ്റെ തീരുമാനം. തിരുവനന്തപുരത്ത് നിന്ന് ഉണ്ണിപ്പാലടിക്കൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.